നന്നായിരുന്നു. 10-40 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ ഡെലിഗേഷൻ അംഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു അവസരമായിരുന്നു. പക്ഷേ ഇതൊരു സോഷ്യൽ ഒക്കേഷൻ, ഒരു ഫോർമൽ മീറ്റിംഗ് ആയിട്ട് കാണരുത്. എല്ലാവർക്കും നന്ദി പറയാനാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത്. ഞാൻ എൻ്റെ റിപ്പോർട്ടും കൊടുത്തു. എൻ്റെ അറിവിൽ 2-3 ഡെലിഗേഷൻസ് ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരമായിരുന്നില്ല. അത് അദ്ദേഹം വായിച്ചു നോക്കട്ടെ. ഡൽഹിയിൽ നിന്ന് മാർ അച്യുതൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഡോക്ടർ തരൂരൊക്കെ സംതൃപ്തനായിട്ട് കാണുന്നു. പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഗെറ്റ് ടുഗദർ വളരെ ഗംഭീരമായും തോന്നുന്നല്ലേ വിവരങ്ങൾ? SKN തീർച്ചയായിട്ടും, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിദേശ പ്രതിനിധി സംഘങ്ങളെ പല രാഷ്ട്രങ്ങളിലേക്ക് അയച്ചത്. ഒരു മഹത്തായ ദൗത്യമായിരുന്നു ഇന്ത്യ അതിലൂടെ മുന്നോട്ട് വച്ചത്. അങ്ങനെ 7 പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചതും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നയം എന്താണെന്ന് വ്യക്തമാക്കിയതും അതിൽ പല രാഷ്ട്രങ്ങളും അത് അംഗീകരിക്കുകയും ഇന്ത്യക്കൊപ്പം ആണ് ഈ കാര്യത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടമായി ഇന്ത്യ കരുതുന്നത്. അതിലെ അവസാന സംഘം ഇന്ന് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഉച്ചയോടുകൂടി മടങ്ങിയെത്തിയത്. അങ്ങനെ 7 പ്രതിനിധി സംഘാംഗങ്ങളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച ഇന്ന് 7 മണിക്ക് ആരംഭിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഈ സംഘാംഗങ്ങളെ അഭിനന്ദിച്ചു. അവരുടെ പ്രവൃത്തിയെ പ്രശംസിക്കുകയുണ്ടായ. കാര്യം രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, നയങ്ങൾ ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി നിയോഗിച്ച സംഘമായിരുന്നു. അപ്പോൾ അവരെ പ്രശംസിക്കുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ശശി തരൂർ MP അതിൻ്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. അതിൽ പറയുന്നത് ഒരു ഔപചാരികമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല നടന്നത്, മറിച്ച് പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതിനിധി സംഘങ്ങളെ കണ്ട് അഭിനന്ദനം അറിയിച്ചു. ഒപ്പം ശശി തരൂർ അദ്ദേഹം വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ പര്യടനവുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകുകയുമുണ്ടായി. 2-3 സംഘാംഗങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതായും അത് സമർപ്പിച്ചതായും ശശി തരൂർ പറയുന്നുണ്ട്. ജനപ്രതിനിധി ഒപ്പം തന്നെ ഇതിലേറെ ലോകരാഷ്ട്രങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഈ ജനപ്രതിനിധികളെ തന്നെ ഇത്തരത്തിലൊരു ദൗത്യം ഏൽപ്പിച്ചത് പല ലോകരാഷ്ട്രങ്ങളും അത് സ്വീകരിച്ചു. അതിൽ അവരത് സ്വാഗതം ചെയ്തു എന്നാണ് തരൂർ പറഞ്ഞത്. അത് പ്രതിനിധി സംഘങ്ങൾ പ്രധാനമന്ത്രിയോട് അക്കാര്യം തുടർന്നും ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായാൽ പ്രതിനിധി സംഘങ്ങളെ അത് ജനപ്രതിനിധികളെ തന്നെ അയക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വച്ചു. അത് പ്രധാനമന്ത്രി അംഗീകരിച്ചതായും കൂടിയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.